മലയാളം ടെലിവിഷന്റെ നേരിന് നേർക്കാഴ്ച എത്തി നിൽക്കുന്നു മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ. മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ 19 വാർഡുകളാണുള്ളത്. അതിൽ 9 LDFും 9 UDFും, ഒരു സ്വതന്ത്ര മെമ്പറും. UDF ആണ് കഴിഞ്ഞ 44 വർഷമായിട്ടും മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു മലയാളം ടെലിവിഷന്റെ നേരിന്റെ നേർക്കാഴ്ചയിലൂടെ. ഓരോ വാർഡിനും ഈ ഭരണസമിതി എന്തു നൽകി, അത് ഓരോ വാർഡിലും എങ്ങനെ ഉപയോഗപ്പെടുത്തി, നിങ്ങളുടെ വാർഡ് മെമ്പർമാർ തെളിവ് സഹിതം ചർച്ച ചെയ്യപ്പെടുകയാണ് മലയാളം ടെലിവിഷന്റെ നേരിന്റെ നേർക്കാഴ്ചയിലൂടെ. ഇവിടെ സാങ്കേതിക കാരണങ്ങളാലോ മറ്റ് വ്യക്തിപരമായ കാരണങ്ങളാലോ മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളം ടെലിവിഷന്റെ നേരിന്റെ നേർക്കാഴ്ച മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ ഞങ്ങൾ നിർബന്ധിതരായി. തുടങ്ങാം മലയാളം ടെലിവിഷന്റെ നേരിന്റെ നേർക്കാഴ്ച മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ വികസന കമ്മിറ്റി ചെയർമാൻ ശ്രീ അബ്ദുൾ റസാഖിലൂടെ. സർ, 5 മിനിറ്റ് കൊണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം വികസനങ്ങൾ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ നടത്തി, പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു, അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വാർഡ് മെമ്പർമാർക്ക് വേണ്ടി ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ള 5 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ അവതരണം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ക്ഷേമകാര്യവുമായുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയുള്ളൂ. മാറാക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമകാര്യത്തിൽ പ്രധാനമായും വരുന്നത് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം വരുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷനുകളാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്ഷേമകാര്യ പെൻഷനുകൾ, അതിൽ വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അതേപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം, ഇങ്ങനെ ഒട്ടനവധി പെൻഷനുകളുടെ കാര്യങ്ങളാണ് പ്രധാനമായും ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ദൈനംദിന ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പ്രധാനമായും വരുന്നത് ഈ ക്ഷേമകാര്യങ്ങളാണ്, പെൻഷനുകളാണ്. ഈ പെൻഷനുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പത്തെ സമിതിയിൽ കിട്ടിയ അപേക്ഷകളടക്കം ഒട്ടനവധി അപേക്ഷകൾ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥന്മാരിലെ വേണ്ടത്ര സഹകരണം കിട്ടിയെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള നിലയിൽ വളരെ കർശനമായി കൃത്യമായി യോഗങ്ങൾ കൂടുകയും അതേപോലെ തന്നെ അപേക്ഷകൾ കൃത്യമായി ഓരോന്നും പരിശോധിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് അത് അനുവദിച്ചു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇതിനു മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്തും ഇപ്പോഴത്തെയും കൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ അജഗജാന്തം വ്യത്യാസം നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടും. അതിൽ ഇപ്പോൾ വന്നിടത്തോളം എല്ലാ പെൻഷനുകളും അപ് ടു ഡേറ്റ് ആയിട്ട് ഇവിടെ ഇതിനു മുമ്പത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പേ അപേക്ഷ കൊടുത്താൽ നാഥനില്ലായിരുന്നു. അപേക്ഷ കൊടുത്തു എന്ന് പറയല്ലാതെ അത് കിട്ടിയെന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നില്ല. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഈ അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ, പെൻഷന് വേണ്ടി ഒരാൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപേക്ഷകൾ. അതേപോലെ തന്നെ ആ അപേക്ഷ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവിടെ രജിസ്റ്ററിൽ പരിശോധിച്ചാൽ അറിയാം. നിർവഹണ ഉദ്യോഗസ്ഥന് കൈമാറുന്നു. നിർവഹണ ഉദ്യോഗസ്ഥൻ അത് മടക്കി തരുമ്പോൾ അത് കിട്ടിയതായിട്ട് രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അത് ഭരണസമിതി യോഗത്തിലേക്ക് വെക്കുന്നു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് വെക്കുന്നു, പാസ്സാക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയായി ഈ ഭരണസമിതിക്ക് പേര് കിട്ടാൻ വേണ്ട ഇതൊക്കെ രൂപത്തിൽ ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ എന്റെ കൂടെയുള്ള പ്രതിപക്ഷ മെമ്പർമാരടക്കം സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. എന്നിരുന്നാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സഹായം വേണ്ടത്ര രൂപത്തിലുള്ള സഹായം കിട്ടിയിട്ടില്ല. നമ്മളെ അപേക്ഷകളൊക്കെ അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ ഒക്കെ ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കെട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ച് ശാസിക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. ആ പോരായ്മകൾക്ക് ഉത്തരവാദിത്വം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെ
നയിക്കേണ്ട പ്രസിഡന്റാണ് അത് ചെയ്യേണ്ടത്. അത് അത്തരം കാര്യങ്ങൾ നിരന്തരമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും വാർദ്ധക്യകാല പെൻഷനുകൾ ഇനിയും ഒരുപാടെണ്ണം കിട്ടാനുണ്ട്. നിർവഹണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്. കുറച്ചൊക്കെ വിധവാ പെൻഷനുകളുടെ അപേക്ഷകളും കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ പെൻഷനുകൾ അനുവദിച്ചിട്ടുള്ള ഒന്നാണ് ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചിക്കൻ ഗുനിയ രോഗം കേരളത്തെ ആകെ ഭീതിയിലാക്കിയ സമയത്തും നമ്മുടെ പരിസരത്തുള്ള PHC-കളെക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി വർക്ക് ചെയ്ത PHC ആണ്. ഇവിടെ ശരാശരി ഒരു 600 രോഗികളെങ്കിലും ഓരോ ദിവസവും ഇവിടെ വന്നിരുന്നു. അന്ന് അതിനു വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നാനാഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായി. നല്ല സംഘാടനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നല്ല നിലയിൽ വേണ്ടത്ര മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ PHC-യിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ലപോലെ സഹകരിച്ചു. പ്രധാനമായും ഡോക്ടർ തന്നെ, മെഡിക്കൽ ഓഫീസർ തന്നെ അതിൽ പ്രധാന പങ്ക് വഹിച്ചു. ആ നിലയ്ക്ക് നല്ല രീതിയിൽ നല്ല പഞ്ചായത്തിന്റെ പേര് പ്രശസ്തി ഉയർത്തുന്ന രൂപത്തിൽ ആ പ്രവർത്തനം ആ ആരോഗ്യരംഗത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിലും പഞ്ചായത്തിൽ ഏറ്റവും നല്ലപോലെ ശോഭിച്ചിട്ടുള്ള വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. ആ രൂപത്തിൽ ഇത്തവണയും തന്നെ പല പ്രോജക്റ്റുകൾ നടപ്പാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ കൗണ്ട് ചെയ്യുന്ന രൂപത്തിൽ മുൻകാല മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് AP മൊയ്തീൻകുട്ടി മാസ്റ്റർ ക്ഷണിക്കുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പെൻഷനെ കുറിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് നമ്മുടെ ഈ മലയാള വിഷൻ ചാനൽ സംഘടിപ്പിച്ച ഈ പരിപാടി എന്തുകൊണ്ടും വളരെ പ്രയോജനകരമായിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് 19 വാർഡുകളിൽ നിന്ന് വിജയിച്ചു വന്ന ഞങ്ങൾ അതത് വാർഡുകളിൽ എന്തെല്ലാം വികസന കാര്യങ്ങൾ ചെയ്തു എന്ന് നാട്ടുകാരെ പറഞ്ഞറിയിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി തരികയാണ്. അവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ക്ഷേമകാര്യ ചെയർമാൻ ബാവ വളരെയേറെ കാര്യങ്ങൾ വളരെ പ്രസക്തമായി തന്നെ പറയുകയുണ്ടായി. ഞാൻ ആ കാര്യം ശരിവെക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ക്ഷേമകാര്യ രംഗത്ത് വളരെയേറെ മാറ്റങ്ങളുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായി ശരിവെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ആരോഗ്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഈ ഭരണസമിതി വരുന്ന സമയത്ത് നമ്മുടെ ഈ പഞ്ചായത്തിൽ 4 ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, പ്രൈമറി സ്കൂളുകളാണ്. ഈ സ്കൂളുകളിൽ ഒരുപാട് ബലാരിഷ്ടതകൾ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് 2005 ഈ ഭരണസമിതി വരുന്നത്. ആദ്യമായി ഞങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്ക്, അന്ന് ഇതിനെ ചുക്കാൻ പിടിച്ച ഒരാളെന്ന നിലക്ക്, ഒരു വിനീതൻ എന്ന നിലക്ക് എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ പഞ്ചായത്തിലെ ഈ ഗവൺമെൻറ് പ്രൈമറി സ്കൂളുകളെ മറ്റ് സ്കൂളുകളോട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം നടക്കുകയുണ്ടായി. അതൊരു പരിധിവരെ വിജയിച്ചു എന്ന് ഇന്ന് മാറാക്കര പഞ്ചായത്തിൻ്റെ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ എയ്ഡഡ് മേഖലയിൽ 3 UP സ്കൂളുകളും അതുപോലെ ഹൈസ്കൂളുകളുള്ള നമ്മുടെ ഈ 10 സ്കൂളുകൾ മൊത്തമുള്ള മാറാക്കര പഞ്ചായത്തിൽ ഇന്ന് മറ്റ് മാറാക്കര പഞ്ചായത്ത് എന്നല്ല മലപ്പുറം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു പഞ്ചായത്താണ് മാറാക്കര. വീണ്ടും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ ഇന്ന് ഭേദപ്പെട്ട സേവനമാണ് ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് ബാബ സൂചിപ്പിച്ചതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ PHC-യും അനുബന്ധ പ്രവർത്തനങ്ങളും മുഴുവൻ കുറ്റമറ്റതാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ മുഴുവൻ പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശക്തമായ രൂപത്തിൽ ഞങ്ങൾ ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മുടെ PHC-യിൽ നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കുന്ന, ഗ്രാമപഞ്ചായത്തിനെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് കൊണ്ട് തന്നെ വാങ്ങിക്കൊടുക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ, ഉദാഹരണമായിട്ട് മരുന്ന്, അതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ ഈ മാറാക്കര പഞ്ചായത്തിൽ തന്നെ
ഏറ്റവും വലിയ ഒരു പരിപാടിയായി മാറിയിട്ടുള്ള പരിരക്ഷാ പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി നമ്മുടെ മാറാക്കര പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ആ പദ്ധതി 2.5 വർഷം പൂർത്തിയാവുകയാണ്. വളരെ ശക്തമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ മെമ്പർമാരും അതത് വാർഡുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പാവപ്പെട്ട വൃദ്ധരായ രോഗികളെ അവർക്ക് വേണ്ട മരുന്നും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തിനോട് സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ പരിരക്ഷ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും തന്നെ മാറാക്കര പഞ്ചായത്തിൻ്റെ ആരോഗ്യരംഗത്ത് എടുത്തു പറയേണ്ട ഒരു വലിയ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ നേരത്തെ ബാബ സൂചിപ്പിച്ചതുപോലെ ചിക്കൻ ഗുനിയ പോലെയുള്ള മറ്റ് രോഗങ്ങൾ പടർന്നു പിടിച്ച സമയത്ത് നമ്മൾ വളരെയേറെ രംഗത്ത് വരികയും ശക്തമായി ഇടപെടുകയും ചെയ്തു. അതിൻ്റെ ഗുണഫലം നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞു. മൊത്തത്തിൽ മാറാക്കര പഞ്ചായത്തിൽ ക്ഷേമകാര്യങ്ങൾ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ അടിസ്ഥാന വികസന രംഗത്ത്, ഉൽപാദന മേഖല രംഗത്ത് ഒക്കെ നമുക്ക് കൈവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരിധിവരെ മുഴുവൻ കാര്യങ്ങൾ പരിഹരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരിക്കലും പറഞ്ഞാൽ അത് സത്യവുമല്ല. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഓരോ വാർഡിലും ഞങ്ങൾക്കൊക്കെ പരമാവധി നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട പ്രസിഡന്റും അതുപോലെ തന്നെ ചെയർമാൻമാരും ഒക്കെ ആ അവസരത്തിനൊത്ത് ഉയർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയും പുതിയ ഒരുപാട് വെല്ലുവിളികൾ മാറാക്കര പഞ്ചായത്തിൽ നിലനിൽക്കുകയാണ്. കൂട്ടായി ഒരു വർഷം ഏകദേശം നമ്മുടെ മുന്നിൽ ഉണ്ട്. ആ ഒരു വർഷം കൂടി ഞങ്ങൾ പരമാവധി യത്നിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന വിഭാഗത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്ന് അറിയിക്കുന്നു. ജയ് ഹിന്ദ്. നേരിന്റെ നേർക്കാഴ്ച വാർഡ് തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.